ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു വെൽത്ത് സർക്യൂട്ട്. നമ്മൾ നോക്കാൻ പോകുന്ന ടൈം ഫാം ബോട്ടിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. പുതിയ വാലറ്റ് കണക്ഷൻ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ കുറേ ഓപ്ഷൻസ് പുതുതായിട്ട് വന്നിട്ടുണ്ട്. എങ്ങനെ മൈൻ ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്താണ് ടൈം ഫാം, ഈ കോയിൻ എത്ര വാല്യൂ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുൾ വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോയിൽ ഞാൻ വീണ്ടും അത് പറയുന്നില്ല. ഇതുവരെ ടൈം ഫാം മൈനിങ് സ്റ്റാർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ. എൻ്റെ ലിസ്റ്റിൽ ടോപ്പ് 3 വരുന്ന മൂന്നാമത്തെ കോയിനാണ് ടൈം ഫാം. ഒന്നാമത് ഹോട്ട് കോയിൻ, രണ്ടാമത് ബ്ലം, മൂന്നാമത് ടൈം ഫാം. ഓക്കെ, ഈ 3 കോയിൻസാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എയർ ഡ്രോപ്പ് ആയിട്ട് തരാൻ പോകുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഹോട്ട് വാലറ്റിന്റെ ഫുൾ വീഡിയോ ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണുക. അതിൽ $5 നിങ്ങൾ മിനിമം ഇൻവെസ്റ്റ് ചെയ്യണം. $5 ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ലാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അത് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബ്ലമ്മും അതുപോലെ തന്നെ ടൈം ഫാമും കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇതിന് നല്ലൊരു ഏണിങ്സ് തന്നെ നിങ്ങൾക്ക് കിട്ടും. ടൈം ഫാമിന്റെ ഫുൾ വീഡിയോ കാണാത്തവർ അതും കാണാം. അതിന്റെ ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. അതിനാണ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇതിൽ ഫുൾ അപ്ഡേറ്റ്സ് മാത്രമാണ് പറയുന്നത്, പുതുതായിട്ട് വന്ന കാര്യങ്ങൾ മാത്രം. ആദ്യം തന്നെ നോക്കുന്ന അപ്ഗ്രേഡ് ഓപ്ഷൻ ആണ്. അപ്ഗ്രേഡ് ഓപ്ഷൻ വന്നപ്പോൾ തന്നെ ഞാൻ ടെലഗ്രാമിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുള്ളായിട്ട് നിങ്ങൾ അപ്പ് ചെയ്യുക, ഫുൾ ഓപ്ഷനായിട്ട് അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഞാനിപ്പോൾ മാക്സിമം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്ഗ്രേഡ് ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക. ഫുൾ മാക്സ് ഓപ്ഷൻ ആക്കുക. ഞാനിപ്പോൾ എഞ്ചിൻ ക്ലോക്ക് എന്ന് പറയുന്ന മാക്സ് ക്ലോക്കിലാണുള്ളത്. അപ്പോൾ എല്ലാവരും മാക്സിമം ലെവൽ അപ്ഗ്രേഡ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. പിന്നീട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് നോക്കുകയാണെങ്കിൽ ടാസ്കിലേക്ക് പോയി കഴിഞ്ഞാൽ പുതിയ ടാസ്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ഞാൻ കുറേ ടാസ്കുകളൂടെ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം പിന്നെ ഇവിടെ വന്നിരിക്കുന്നതാണ് കണക്ട് ടോൺ വാലറ്റ്. ടോൺ വാലറ്റ് കണക്ട് ചെയ്ത് 2,50,000 ടൈം ടോക്കൺ നമുക്ക് ടൈം പോയിന്റ്സ് നമുക്ക് കിട്ടുന്നതാണ്. കണക്ട് ടോൺ വാലറ്റ് എന്ന് പറയുന്ന ടാസ്ക് നിങ്ങൾ ഇവിടുന്ന് കംപ്ലീറ്റ് ചെയ്യേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് വരിക. വാലറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ കണക്ട് യുവർ ടോൺ വാലറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ടെലഗ്രാം വാലറ്റോ ടോൺ കീപ്പറോ ഏതെങ്കിലും ഒരു ടോൺ വാലറ്റ് കണക്ട് ചെയ്യുക. ഞാനിവിടെ എൻ്റെ ടോൺ കീപ്പറാണ് കണക്ട് ചെയ്യുന്നത്. നമ്മളുടെ വാലറ്റ് ഈസി ആയിട്ട് തന്നെ കണക്ട് ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വാലറ്റ് മാറ്റണമെങ്കിൽ ഇവിടെ ഡിസ്കണക്ട് ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിസ്കണക്ട് ആവും, എന്നിട്ട് റീകണക്ട് ചെയ്താൽ മതി. പിന്നീട് വന്നിരിക്കുന്ന 2 പുതിയ ഓപ്ഷൻസ് ഉള്ളത് ഏൺ സെക്ഷനിലാണ്. ഏണിലേക്ക് പോകുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സ്റ്റേക്കിങ്ങും അതുപോലെ തന്നെ ഒറാക്കിൾ ഓഫ് ടൈം എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് കാണാം. സ്റ്റേക്കിങ്ങിനെ പറ്റി ഓൾറെഡി കുറേ പ്രാവശ്യം പറഞ്ഞുകൊണ്ട് തന്നെ വീണ്ടും പറഞ്ഞ് ടൈം കളയുന്നില്ല. സ്റ്റേക്കിംഗ് എന്ന് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടുന്ന പോലെയാണ്. നമ്മൾക്ക് തോന്നുന്ന പോലെ എടുക്കാൻ പറ്റില്ല. ഒരു ഫിക്സഡ് ടൈം ഫ്രെയിമിനാണ് നമ്മളിവിടെ വെക്കുന്നത്. അപ്പോൾ ലോക്കായിരിക്കും. ഈ ഒരു 15 ദിവസത്തേക്ക് നമ്മൾ സ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇട്ട എമൗണ്ടിൻ്റെ ഒപ്പം ഒരു 15% അല്ലെങ്കിൽ 30% ഇൻട്രസ്റ്റ് ആയിട്ട് നമുക്ക് കുറച്ച് ടൈം പോയിൻ്റ് കൂടെ കിട്ടും. അപ്പോൾ നിങ്ങൾ മാക്സിമം സ്റ്റേക്കിംഗ് ചെയ്യുക. സ്റ്റേക്കിംഗ് ചെയ്യുന്ന വളരെ നല്ല കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഏണിങ്സ് കൂട്ടാനുള്ള ഒരു വഴിയാണ് സ്റ്റേക്കിംഗ്. നെക്സ്റ്റ് ഓപ്ഷനാണ് ഒറാക്കിൾ ഓഫ് ടൈം. ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും ഒരു ക്വസ്റ്റ്യനോട് വരും. ക്വസ്റ്റ്യൻ ഓഫ് ദ ഡേ എന്ന് പറഞ്ഞിട്ട് ഓരോ ദിവസവും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അതിൻ്റെ ഡേറ്റ് ആണ് നമ്മളോട് കൊടുക്കേണ്ടത്. ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ബിറ്റ് കോയിൻ്റെ മെയിൻ നെറ്റ് വന്ന ഡേറ്റ് ആണ്. എല്ലാ ദിവസവും ഡിഫറൻറ്റ് ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്നും ആൻസർ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക, ഈ ഒരു ക്വസ്റ്റ്യൻ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ നിന്ന് കോപ്പി ചെയ്യാൻ പറ്റും. കോപ്പി ചെയ്തിട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യാം. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഡേറ്റ് കിട്ടും. ഡേറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ചെക്ക് അടിക്കുക. ചെക്ക് അടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ദിവസവും 100K സെക്കൻഡ്സ് വെച്ചിട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് കിട്ടും. 100K ടൈമിൻ്റെ പോയിന്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ ഒരിക്കലും മിസ്സാക്കാതിരിക്കുക. എല്ലാ ദിവസവും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ കൊടുക്കാൻ മാക്സിമം ശ്രമിക്കുക. എല്ലാ ദിവസവും ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇത്രയും അപ്ഡേറ്റ്സ് ആണ് ടൈം ഫാമിൽ നിലവിൽ വന്നിരിക്കുന്നത്. ഇനി എന്തെങ്കിലും പുതിയ അപ്ഡേറ്റ്സ് വരികയാണെങ്കിലും വിഡ്രോവലിൻ്റെ ലിസ്റ്റിങ്ങിൻ്റെ ഡേറ്റ് ഒക്കെ നമ്മൾ കൃത്യമായിട്ട് ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ തീർച്ചയായും ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് വെക്കുക. ഇനിയും ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്താലായിരിക്കും ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യസമയത്ത് എത്തുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഹോട്ട് വാലറ്റ്, ബ്ലം, ടൈം ഫാം ഇത് ഒരിക്കലും മിസ്സാക്കാതെ ഈ 3 എണ്ണം മാക്സിമം മൈൻ ചെയ്തെടുക്കുക. ഓക്കെ, ഇതെന്നാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. സീ യു സൂൺ. ബൈ.